പ്രിയപ്പെട്ടവരെ, ദുബായ് വാർത്തയുടെ 8ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ട് ട്രിപ്പ് സംഘടിപ്പിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. അത് സാക്ഷാത്കരിച്ചുകൊണ്ട് വിജയികളുമായി, സ്പോൺസേഴ്സുമായി, നമ്മുടെ ദുബായ് വാർത്ത അവതാരകരുമൊക്കെയായിട്ട്, അഭ്യുദയകാംക്ഷികളുമൊക്കെയായി അസർബൈജാൻ്റെ തലസ്ഥാനമായ ബാക്കു വിമാനത്താവളത്തിൽ നമ്മളിതാ എത്തിച്ചേർന്നിരിക്കുന്നു. ഉച്ചയ്ക്കാണ് നമ്മളിവിടെ എത്തിയത്. ഒരു കാര്യം ഇനി വരാനിരിക്കുന്ന എല്ലാവർക്കും അറിയാൻ വേണ്ടി സൂചിപ്പിക്കുന്നു. സാധാരണ നമ്മൾ 6 മാസത്തെ വിസ വാലിഡിറ്റി UAE-യിലുള്ളവർക്ക് നേരിട്ടിങ്ങ് വരാം, ഇവിടെ വന്നിട്ട് വിസ ഓൺ അറൈവൽ കിട്ടും. എന്നാൽ അതിനേക്കാൾ പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അവിടെ ദുബായിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഓൺലൈനായിട്ട് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. ഇവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൽ തപ്പി നോക്കിയാൽ കിട്ടും. ഈ അസർബൈജാൻ്റെ e-visa.gov.az അതിൽ പോയിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്താൽ $20 അവസാനിക്കേണ്ട കഥ ഇവിടെ ഓൺ അറൈവൽ എന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മളെ നിന്ന് $30 വാങ്ങുകയാണ്. $10 എന്നൊക്കെ വെച്ചാൽ വലിയ വ്യത്യാസം തന്നെ. മാത്രമല്ല, ഈ 6 മാസത്തിൻ്റെ ബാക്കിയുണ്ട് എന്നുള്ള ടെൻഷനും എടുക്കേണ്ടതില്ല. അവിടെ നിന്ന് UAE-യിൽ വിസ ഉള്ളവർക്ക് UAE-യിൽ വെച്ച് അപ്ലൈ ചെയ്താൽ ഇനി $60-ലധികം കൊടുക്കുന്നൊരു സംവിധാനവുമുണ്ട്. 1/2 മണിക്കൂർ കൊണ്ടൊക്കെ ഈ വിസ കിട്ടും. അപ്പോൾ ആ ടെൻഷൻ മറന്നേക്കൂ. 6 മാസം വാലിഡിറ്റി ഉണ്ടോ ഇല്ലയോ വിസയ്ക്ക് എന്നുള്ളത് മറന്നിട്ട് 6 മാസം പാസ്പോർട്ട് വാലിഡിറ്റി ഉറപ്പാക്കിക്കൊണ്ട് വിസയുണ്ടോ ബാക്കി UAE-യിൽ എങ്കിൽ ഓൺലൈനിൽ അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് തന്നെ കിട്ടാവുന്ന സാഹചര്യമുള്ളപ്പോൾ ഇവിടെ വന്ന് 1ഉം 2ഉം 3ഉം ക്യൂ ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് ഇറങ്ങി വരാൻ പറ്റും എന്നുള്ള കാര്യം അനുഭവസ്ഥരുടെ വെളിച്ചത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയതാണ്. നാഷണൽ ഡേ ഹോളിഡേയ്സിന് ഒരുപാട് ആളുകൾ ഈ ബാക്കുവിലേക്ക് വരാൻ വേണ്ടിയിരിക്കുന്നു. അവർക്ക് അറിയാൻ വേണ്ടിയാണ് സൂചിപ്പിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന ആളുകളും ഇതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ സന്തോഷമായിട്ട് നമുക്ക് അസർബൈജാനിലെ സ്ഥലങ്ങളൊക്കെ ചുറ്റി നടന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും ഉഷാറല്ലേ?